ഐ എം ലൈക്ക് സൂപ്പർ ടയേർഡ്. വർക്ക് ചെയ്തിട്ട് 4 മണിയായി വൈകിട്ട്. ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു ഇന്നത്തെ വർക്ക്. ഇനി നല്ല ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെട്ടമുണ്ട് പുറത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ടെമ്പറേച്ചർ 16 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഇറങ്ങി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുക. ശരിക്കും മതിയായി വർക്ക് ചെയ്ത്. തിങ്കളാഴ്ച ആയതേ ഉള്ളൂ. തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണമാണ്. സാറ്റർഡേ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഏതായാലും ഒന്ന് പുറത്ത് പോയി നടക്കാം, എന്നിട്ട് നോക്കട്ടെ ഇന്നത്തെ എൻ്റെ മൂഡൊന്ന് മാറിക്കിട്ടോ എന്നുള്ളത്. ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സാധാരണ തിങ്കളാഴ്ച എനിക്ക് ഇത്രയും ഫീൽ ചെയ്യാറില്ല. ഇന്ന് ഇച്ചിരി കൂടുതലായിപ്പോയി. അങ്ങനെ ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ നെയ്ബർഹുഡ് ഉണ്ടോ, അപ്പാർട്ട്മെൻറ്റ്സും ഇങ്ങനെ നടക്കുവാണ്. കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച് വേണം. ഫ്രഷ് എയറൊക്കെ കിട്ടി. ഇങ്ങനെ ഹോം ഓഫീസാണ് ചെയ്തത്. അപ്പം ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന മാത്രമേ. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി വെയിൽ കൊള്ളാമെന്ന്. ആണ്ടിൽ ഒരിക്കൽ വരുന്ന സൂര്യനാണ്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കാം എൻവയോൺമെൻറ്റാണ് കേട്ടോ. എത്ര വീടുകളുണ്ടെങ്കിലും അധികം ബഹളം ഉണ്ടാവത്തില്ല. ആൾക്കാർ പട്ടിണിയൊക്കെ കൊണ്ട് നടത്തിക്കാൻ പോകുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ആൾക്കാർ കുറേ പേരുണ്ട് ഇവിടെ, പല ഭാഗങ്ങളിലുള്ള. പട്ടിയെ അപ്പിയിടിക്കാൻ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവർ തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് അതിൽ ഗാർബേജ് ഡബ്ബയിൽ കൊണ്ട് കളഞ്ഞിട്ട് അവരങ്ങ് പോകും. പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുവാണ്, അതിൻ്റെ ഒരു ഇതും കൂടി കാണാം. ആണ് ആ വരുന്നതൊക്കെ. ഇങ്ങനെ പോയാലും പിന്നെ സ്ക്വയർ ഫീറ്റ് അല്ല, 950 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്നുള്ളൂ. പക്ഷേ 34, 40 അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു ആ ടവേഴ്സിൽ കാണുമ്പോഴത്തേക്ക്. കൺസ്ട്രക്ഷൻ ആവുന്നേ ഉള്ളൂ. ഈ ഏരിയക്ക് ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 8 ലക്ഷം ഡോളർ, കനേഡിയൻ ഡോളർ. അതും ഒരു ബെഡ്റൂമിന്. ഇനി വരാൻ പോകുന്ന റേറ്റുകളാണ് ഈ പറയുന്നത്. നേരത്തെ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയ റേറ്റിൽ കിട്ടി. പക്ഷെ ഞാൻ വാങ്ങിച്ച ബിൽഡിംഗ് എന്ന് വെച്ചാൽ പഴയ കെട്ടിടങ്ങൾ. കൺസ്ട്രക്ഷനൊക്കെ അത് ഒരു 23-25 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ. പക്ഷെ അതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ 1060 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇച്ചിരി ശ്വാസം വലിക്കാം എന്നൊരു തോന്നൽ കിട്ടും. ഈ വരുന്ന പുതിയ കെട്ടിടങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് വെട്ടം കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മൊബൈലിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. എന്താ പറഞ്ഞുകൊണ്ട് വന്നു ഞാൻ. പുതിയ കെട്ടിടങ്ങൾക്ക് 2 ബെഡ്റൂം ആണെങ്കിൽ പോലും 950 സ്ക്വയർ ഫീറ്റാണ് മാക്സിമം വരുന്നത്. പക്ഷെ മോഡേൺ ഇതാണ്, ലേറ്റസ്റ്റ് ഇതെല്ലാം കാണും. സ്ട്രാറ്റ ഫീ കുറവായിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുതിയ കൺസ്ട്രക്ഷൻ അല്ലേ, മെയിൻ്റനൻസും കുറവായിരിക്കും.
വരുന്നതൊക്കെ. ഇങ്ങനെ പോയാലും പിന്നെ സ്ക്വയർ ഫീറ്റ് അല്ല, 900-950 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്നുള്ളൂ. പക്ഷേ 34-35-40 അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു ആ ടവേഴ്സ് കാണുമ്പോഴത്തേക്ക്. കൺസ്ട്രക്ഷൻ ആവുന്നേ ഉള്ളൂ. ഈ ഏരിയക്ക് ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ കാനഡ പോസ്റ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ ഞാൻ താമസിക്കുന്ന ഏരിയയുടെ ഒരു റീജിയൻ ഓഫീസ്. അവരുടെ വണ്ടികളുണ്ട് ഇഷ്ടംമാതിരി. എന്തുമാത്രം ഉണ്ടെന്ന്. അവരുടെ പാർക്കിംഗ് ഏരിയ ഈ പിറകെ കാണുന്നത് പാർക്കിംഗ് ഏരിയ ഒക്കെ വെച്ചാൽ RCMP റോയൽ കനേഡിയൻ മൗണ്ട് പോലീസിൻ്റെത്. അവരുടെ ലൊക്കേഷനിലാണ് അത് വെച്ചിരിക്കുന്നത്. വേറെ ആരാണ്ടൊക്കെ പ്രോപ്പർട്ടിയിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡാണിത്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ കാനഡ പോസ്റ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ ഞാൻ താമസിക്കുന്ന ഏരിയയുടെ ഒരു റീജിയൻ ഓഫീസ്. അവരുടെ വണ്ടികളുണ്ട് ഇഷ്ടംമാതിരി. എന്തുമാത്രം ഉണ്ടെന്ന്. അവരുടെ പാർക്കിംഗ് ഏരിയ ഈ പിറകെ കാണുന്നത് പാർക്കിംഗ് ഏരിയ ഒക്കെ വെച്ചാൽ RCMP റോയൽ കനേഡിയൻ മൗണ്ട് പോലീസിൻ്റെത്. അവരുടെ ലൊക്കേഷനിലാണ് അത് വെച്ചിരിക്കുന്നത്. വേറെ ആരാണ്ടൊക്കെ പ്രോപ്പർട്ടിയിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡാണിത്. സ്പ്രിങ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഫ്ലവേഴ്സൊക്കെ നോക്കി എന്ത് രസമുണ്ട് കാണാൻ. കാട്ടുപൂവ, പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത്. ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ നിറച്ചും പോത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഒട്ടും ചൂടില്ല. വെട്ടം കാരണം കണ്ണ് തുറക്കാൻ വയ്യ. നല്ല രസമാണ്. ഒരു കോട്ടിട്ടില്ലെങ്കിൽ നടക്കാനൊന്നും പറ്റില്ല, അത്ര തണുപ്പാണ്. ഞാൻ നടന്ന് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു ഗ്രോസറി ഷോപ്പിൻ്റെ അവിടെ എത്തി. ഒന്നും വാങ്ങിക്കാനില്ല, പക്ഷെ എന്നാലും കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വെറുതെ ഒന്ന് നോക്കിയിട്ട് മുട്ട വേണ്ടി വരും ചിലപ്പം. ഇതെൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആണ് കേട്ടോ. ഞാൻ ഒന്നും വാങ്ങിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങും നടക്കാൻ വേണ്ടിയിട്ട്. ക്രെഡിറ്റ് കാർഡ് കയ്യിൽ കാണും, പിന്നെ ഒരു ഷോപ്പിംഗ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ലിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഷോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. പക്ഷേ ഇത് നമ്മുടെ ഇവിടുത്തെ റൂൾസൊക്കെ കണ്ടോ. ചെറിയൊരു ഗ്രോസറിയൊക്കെ ഷോപ്പ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ലക്കി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുക. പിന്നെ കടകളിങ്ങനെ ഉണ്ട്, സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് ഒരു പാർക്കിംഗ് ഏരിയയിലാണ്. ഷോപ്പിംഗ് ഏരിയ. ചെടികളുടെ കളേഴ്സൊക്കെ നമുക്ക് എന്താ വൈബ്രൻ്റ് എന്നുള്ളത് അവർ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് തോന്നുന്നു. ബ്രൗൺ, ഗ്രീൻ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അങ്ങറ്റം വരെ അതുപോലെ തന്നെ. ഇതൊക്കെ നമ്മുടെ ഉണക്ക മീനാണ് കേട്ടോ. ആ കാണിക്കുന്നത് ഡ്രൈ ഫിഷ് എന്നായിട്ടിരിക്കുന്നത്. ഡ്രൈ ക്രോക്കർ ഫിഷ്. ചിലതിന് ഉപ്പ് കാണും, ചിലതിൽ ഉപ്പ് കാണത്തില്ല. നോക്കി ഒക്ടോപ്പസ് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഒരെണ്ണം കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല. ഒക്ടോപസിൻ്റെ എല്ലാ കാലും ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കഴിക്കാം. അതുപോലെ ഉണക്ക ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് സാധനം. ഞാൻ എടുക്കാൻ വന്നത് മുട്ടയാണ്. മുട്ട കാണുന്നുമില്ല. ഫിഷ് മോ ഈ കാണുന്നത് നമ്മുടെ മാന്തലാണോ എന്നറിയത്തില്ല. ലാമ്പ് നോക്കി വന്നതാണ്. മട്ടൻ വല്ലതും കിട്ടുമോ നോക്കാനായിട്ട്. കിട്ടിയത് എനിക്ക് ബീഫ് ഷാങ്കാണ്. കിടില്ലാന്ന് തോന്നുന്നു. പക്ഷെ ബീഫിൻ്റെ എന്ത് പാർട്ടാണെന്ന് അറിയില്ല. ഷാങ്ക് വെച്ച് ഉദ്ദേശിക്കുന്നത് പല ഇതുണ്ട്. ഉദ്ദേശിക്കുന്ന എനിക്ക് കിട്ടുന്നില്ല. റിബ്സ് ഉണ്ട്. റിബ്സിനൊക്കെ നല്ല രുചിയാണ്. എല്ലും കൊഴുപ്പും എല്ലാം കാണുമല്ലോ. ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ലാമ്പ് കിട്ടുമെന്നോ. നമ്മുടെ ചിക്കൻ്റെ പാർട്ട് ഉണ്ട്. ലിവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഗിസാർഡ് ഇതെൻ്റെ ഫേവറേറ്റാണ് ഗിസാർഡ്. പക്ഷെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ലാമ്പ് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ടർക്കി നെക്ക് കിട്ടുമെന്ന് തോന്നില്ല. അപ്പം കിട്ടുന്നത് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് മൊത്തം മീന ഇവിടെ. നോക്കട്ടെ, ഇവരോട് ചോദിച്ചു നോക്കാം. അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്ന നമ്മുടെ മട്ടൺ ദേ ഇരിക്കുന്നു. ലാമ്പ് ഹലാൽ. ഒരു പൗണ്ടിന് $16. അതായത് $1 കിലോ. 1 കിലോ അടുപ്പിച്ചെടുക്കുവാണെങ്കിൽ $30 മാർക്കറ്റ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് പാക്കറ്റ് 1 പൗണ്ട് വെച്ചിട്ട്. മിക്സ് ഓഫ് എല്ലാം. പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് അത് കട്ട് ചെയ്യണമെങ്കിൽ അത് മൊത്തത്തോടെ എടുക്കണം എന്നാണ് പറഞ്ഞത്. മൊത്തം എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം ഞാൻ വിചാരിച്ചു ഇതും പിന്നെ വീൽ കൊള്ളാം. ഇതൊരു ദിവസത്തേക്ക് ഉണ്ടാക്കാനായിട്ട് 2 പേരായിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. മെയിൻ്റെ ഫൈനൽ ഞാൻ അങ്ങനെ എഴുതിയിരിക്കുക. മീറ്റ് ബാറ്ററി തീരാറായി. ഞാൻ ഓർഡർ ചെയ്യുവാണ്. എന്തിനാണ് ഞാൻ ഇറങ്ങിയതെന്ന് അറിയത്തില്ല. വർക്ക് ഹെക്റ്റിക് ആയതുകൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ഷോപ്പിങ്ങും കൂടി. ഒത്തിരി കാലം കഴിഞ്ഞ് മട്ടൻ കഴിച്ചിട്ട്. അപ്പം ഭയങ്കര ആഗ്രഹം ലാമ്പോ മട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. പ്രതീക്ഷിച്ചില്ല വന്ന് വാങ്ങിക്കുമെന്നുള്ളത്. ബട്ട് ഐ ഡിഡ്. കടയിൽ ഈ റോഡിൽ കൂടെയാണ് നടക്കാൻ വന്നത്. വീട്ടിൻ്റെ അടുത്താണ്. വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു 10 മിനിറ്റ് മാക്സിമം നടന്നാൽ കടകളായി. ഇപ്പം ഞാനൊരു നേരത്തെ കറങ്ങിയാണ് വന്നത്. ഇപ്പോൾ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ കയറുവാണ്. മാന്തൽ കിട്ടി. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ സാധനങ്ങളെ. മാന്തലാണോ എന്നറിയില്ല. അതിൻ്റെ പച്ച ഉണ്ടായിരുന്നു. പക്ഷെ എടുക്കാനൊരു
ഇത് കാരണം അത് ഒത്തിരി 8-10 പീസസായിട്ട് ഒരുമിച്ച് വെച്ചിരിക്കുവാണ്. പിന്നെ ഞാൻ വെച്ച് ഈ ഉണക്കമീനാണെങ്കിൽ കാലങ്ങളോളം അങ്ങ് കിടക്കുമല്ലോ ഫ്രിഡ്ജിൽ, നമ്മൾ ഫ്രിഡ്ജിലെടുത്തിട്ടാൽ മതി. ഇതിൽ സൗത്ത് ഇന്ത്യൻ, ആന്ധ്ര, തമിഴ്നാട്, കർണാടക റാഗി കൊണ്ട് ഒരു മില്ലറ്റ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കും. അതിൻ്റെ പേര് മുദ്ദ എന്നാണ് പറയുന്നത്, റാഗി മുദ്ദ. നമ്മുടെ ആഫ്രിക്കൻസ് ഇതേ സാധനം ഇവിടെ ഉഗാലി എന്നവർ പറയുന്നത്. അവരത് പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കും. റാഗി മില്ലറ്റ് വെച്ചിട്ടുണ്ടാക്കും, അല്ലാണ്ട് കോൺ ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കും. പിന്നെന്താ, ഏത്തയ്ക്കയില്ലേ, പച്ചയേത്തയ്ക്ക, അത് നമ്മുടെ മരിച്ചിനി, കസവ, ഇത് രണ്ടും കൂടി പൊടിച്ചിട്ട് അതിൻ്റെ പാല് കുറുക്കിയെടുത്തതിന് ശേഷം അത് വെച്ചിട്ട് അവർ ഉഗാലി ഉണ്ടാക്കും. ജസ്റ്റ് ഇങ്ങനെ കുറുക്കി എടുത്തിട്ട്, നല്ല കുറുക്ക് എടുത്തിട്ട് നല്ലൊരു ബോൾ പോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വെണ്ടയ്ക്ക സ്റ്റൂ, അതിൽ എല്ലാ തരം മീനും, നോൺ വെജ് ഐറ്റംസ്, ഓക്സ്, കാള, പിന്നെ പോർക്ക്, ഉണക്കമീൻ, സ്മോക്കി ഫിഷ്, പല ടൈപ്പ് സാധനങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറേ പച്ചക്കറി, വെണ്ടയ്ക്ക, ഒരു സ്ലൈമി ഒരു ഇത് ഫീല് കിട്ടും എടുക്കുമ്പോഴത്തേക്ക്. ഇതെല്ലാം ഇവർ അത് വെച്ചിട്ടാണ് കഴിക്കുന്നത്, ഉഗാലി. എനിക്കൊന്ന് നമ്മുടെ നാട്ടിലും ഏതാണ്ട് ഇതേ ഒരു പാറ്റേൺ തന്നെയാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ, റാഗി മില്ലറ്റിൻ്റെ ആ ഒരു ബോൾ ഉണ്ടാക്കിയിട്ട്, പക്ഷേ അരിയിൽ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അരി മീൻസ് ലൈക്ക് ചോറിൽ. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉണക്കമീനും അല്ലെങ്കിൽ നമ്മുടെ സ്പിനാച്ചും പരിപ്പും, മട്ടൻ കറി, ചിക്കൻ കറി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണത്. അതെന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഒരു മിനിറ്റ് ക്രോസ് ചെയ്തോട്ടെ. റോഡെല്ലാം കാലി. എനിക്കൊന്ന് ട്രാഫിക് സിഗ്നൽസിൽ എവിടെയോ കിടക്കുവാണ് വണ്ടികളൊക്കെ. ഒരു ചെറിയൊരു കയറ്റമാണ് കേട്ടോ, ഇച്ചിരി ഭയങ്കര ഒരു ഇതുണ്ടാവും, ആയാസം, കിതയ്ക്കാൻ. എന്ത് ഭംഗിയല്ലേ ചെടികളൊക്കെ, പക്ഷെ എന്നാലും തണുപ്പ്. ഇത് അടുത്ത ഷോർട്ട് കട്ട്, ഞാനൊരു വീടിൻ്റെ ഒരു പാസേജിൻ്റെ ഇടയിൽ കൂടെ കയറി പോവുകയാണ്. കാരണം റോഡ് വഴി ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാറുണ്ട്. ആ ഗ്രീനിൽ കൂടെ അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നറിയില്ല. വെറും റോഡ് മാത്രം കാണാണ്ടേ കുറച്ച് ഗ്രീനറി കിട്ടുമല്ലോ ചെടികളുടെ ഇടയിൽ കൂടെ പോകുമ്പോഴത്തേക്ക്. എൻ്റെ മുഖത്തിരിക്കുന്ന ബാഗ് നോക്കി, എന്ത് പൂക്കളം നോക്കാം, എന്ത് രസം കാണാം. അതിൻ്റെ ഷോർട്ട് കട്ട്സ് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ മുടുക്കിൻ്റെ ഇടയിൽ കൂടെ കയറി പോകുന്ന ഒരു ഫീൽ. പിന്നെ അത് എത്തി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീട്. എനിക്ക് ഈ പർപ്പിൾ കളർ ഫ്ലവർ കണ്ടോ, ഇതിൻ്റെ പേര് എക്സാക്റ്റ് എന്താണെന്ന് അറിയില്ല. ഗ്രേ കളറ്, നമ്മുടെ മുന്തിരിക്കൊത്ത് പോലെ ഉണ്ട്, പേരും അതുപോലത്തെ ആയിരിക്കും. ഇതൊക്കെ എന്ത് രസം നോക്കി, നമ്മുടെ ക്രിസ്മസ് എവർ ഗ്രീൻ, അതിൻ്റെ ഇത് കണ്ടോ, തൊടി. ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കയറി ഫീലുണ്ട്. നടന്ന് അപ്പാർട്ട്മെൻറ്റിൽ തറയും. എൻ്റെ ടാർജറ്റ് ഈ കാണുന്ന വീടാണ്, ബിൽഡിങ്. ഇതാ എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഇത്രയും സ്ട്രീറ്റ് പാർക്കിങ്ങാണ്. നമുക്ക് പാർക്കിംഗ് ലോട്ട് ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നിൽ കൂടുതൽ വണ്ടിയുള്ളവരൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് വയ്ക്കും. ഇത് സേഫാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പലരും അവനവൻ്റെ സ്ട്രീറ്റിൽ തന്നെയാണ് എല്ലാവരും പാർക്ക് ചെയ്തിട്ട് പോകുന്നത്.
പിന്നെ RCMP ഓഫീസ് തൊട്ട് താഴെ തന്നെ ഉണ്ട്. അപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല ആരെങ്കിലും കൊണ്ടുപോകുന്നുള്ളതേ. പിന്നെ എല്ലാത്തിനും ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കൊണ്ടുപോയാലും ഇൻഷുറൻസ് കവറേജ് കിട്ടും. പോട്ട് എന്ന് വിചാരിച്ചിട്ട് പുതിയ വണ്ടി എടുക്കും. എൻ്റെ ചാർജ് മിക്കവാറും വീട് എത്തുമ്പോഴത്തേക്ക് തീരും. ഞാൻ എന്നിട്ട് ചാർജ് ചെയ്തിട്ട് കാണിക്കാം സാധനങ്ങളൊക്കെ ഒതുക്കിയതിന് ശേഷം. വിഷു കണ്ണി വെച്ചപ്പോഴത്തേക്ക് ഞാനിവിടുന്ന് കുറച്ച് ഫ്ലവേഴ്സ് എടുത്തായിരുന്നു കേട്ടോ. ഈ ചെടിയിൽ നിന്ന് എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ നിറച്ചുണ്ട്. എന്ത് പൂവാണെന്ന് അറിയില്ല. ഇനി വല്ല കായ്ക്കുന്നതാണോ എന്നും അറിയത്തുമില്ല. പക്ഷേ സ്പ്രിങ് സമയമാകുമ്പോഴത്തേക്ക് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ കാട്ട് മഞ്ഞ ജമന്തി ഒരു അപ്പൂപ്പൻ തടി ഫ്ലവർ. പക്ഷെ വീട്ടിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകും. സൂപ്പർ ടയേർഡ്. അപ്പാർട്ട്മെൻറ്റിലെത്തി, ലിഫ്റ്റ് കയറി വന്നു. എൻ്റെ 304 എൻ്റെ വീടാണ്. സ്വന്തം അധ്വാനത്തിൽ വാങ്ങിച്ചത്. വെൽക്കം ടു മൈ ഹോം. ഇനി നമുക്ക് ചാർജൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് തുടങ്ങാം ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി. എന്തിനാണെന്നറിയില്ല, വഴക്ക്, ആ ഓഫീസിലെ ആ ടെൻഷനും ആ വഴക്ക് കാരണമേ നടക്കാൻ ഇറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പം എന്താ മട്ടൺ വാങ്ങിച്ചുകൊണ്ടു. ഇനി ആ ദേഷ്യം തീർക്കാൻ ആ മട്ടൺ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ വിത്ത് ചപ്പാത്തി. അതാ ഇന്നത്തെ മെനു. വിത്ത് കോക്കനട്ട് മിൽക്കൊക്കെ ഇട്ടിട്ട് ക്രീമോടെ റിച്ചായിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഷോപ്പിംഗ് ചെയ്തത് അത് കാണിച്ചു തരാനായിട്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. ഞാനൊരു സ്വാബ് വാങ്ങിച്ചു വന്നു. തീർന്നായിരുന്നു കോട്ടൺ സ്വാബ്സ്. ഇതും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ ആവശ്യമുള്ളത് മീറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇറങ്ങി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ കോക്കനട്ട് മിൽക്ക്. ഇത് ഓൾറെഡി പൊട്ടിച്ചതിൻ്റെ ഒരു പകുതി എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ്, ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വെച്ചിട്ട് ആ ബാക്കിയുള്ള 50 ഇന്ന് ഇത് മട്ടൺ അല്ലെങ്കിൽ ബീഫ്, ഇതിലേത് ഉണ്ടാക്കണമെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഹലാൽ വീൽ ബോൺ ആണെന്ന് തോന്നുന്നു. പക്ഷെ ബോൺ ആണെങ്കിലും ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ ഉണ്ടാക്കും. വർക്കിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് അതും ചപ്പാത്തിയും വെച്ചിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മട്ടൺ ഇതിന് നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റിക്കാം. പക്ഷേ ഇത് ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട്. നമുക്ക് ഇത് $9.59 പൗണ്ടിന്. ഇത് നോക്കി ഒരു പൗണ്ട് $14.55. ഗോട്ടിന് എന്താണോ അത് എത്ര വില? രണ്ടും ഏതാണ്ട് ഒരേ ടേസ്റ്റ് എന്നാണ് തോന്നുന്നത്. ബീഫിൻ്റെത് വേണമെങ്കിൽ ഇതാണെങ്കിൽ. പിന്നെ നമ്മുടെ മുട്ട ഫാമിലി പാക്ക്. യെസ്, മീൻ മാന്തലാണോ എന്നറിയില്ല. ഡ്രൈഡ് ഗ്രേ സോൾ എന്നായിട്ടിരിക്കുന്നത്. ഇത് പിന്നെ വേറെന്തോ എൻ്റെ പേര് ഫ്രഞ്ചോ ഏതോ ഒരു ലാംഗ്വേജിലും കൂടി ഉണ്ട്, ചൈനീസ് ഭാഷയിലെങ്ങാണ്ട്. പിന്നെ നമ്മുടെ വാളമീൻ ഒക്ടോബർ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സീസണാണ്. പൂജ വെപ്പിൻ്റെ സമയത്ത് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആ നീണ്ട മുള്ളുവാള ഇങ്ങനത്തെയൊക്കെ ഒത്തിരി. ഇത് ഏതാണ്ട് ഒക്ടോബർ അല്ലല്ലോ, ഇതിപ്പോൾ ഏപ്രിൽ ആയതേ ഉള്ളൂ. ഉണക്കമീൻ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ കറിയും ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ രീതിയിൽ. അത് പ്രത്യേക തേങ്ങ വെച്ചിട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ ഒക്കെ ഒന്നല്ല ചെയ്യുന്നത്. വെറും ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉലുവപ്പൊടിയും ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്ഥിരം പരിപാടികൾ. പക്ഷെ അത് വെച്ചിട്ടൊരു കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തന്നെ പറയുന്ന ഉപ്പുച്ചാപ്പം മെറിയും എന്നാണ് പറയുന്നത്. ആ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് ഈ രണ്ടും. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് കുക്കിങ്ങിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കുറച്ചുണ്ട് എനിക്ക്. അത് തൽക്കാലം അത് എടുക്കാൻ മതിയാവും. പിന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം കുക്ക് ചെയ്യുന്നത് കാണിച്ചു.
ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഹലാൽ വീൽ ബോൺ വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മട്ടണിനെ അടുത്താക്കി ബാക്കി എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചു. അങ്ങനെ ഫ്രഷായിട്ട് കിട്ടിയ ഇത് ഇന്നത്തെ ഡേറ്റാ പാക്കിംഗ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് 1.125 പൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരു പൗണ്ടിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 1/2 കിലോ. 1 പൗണ്ട് 400 സംതിങ് ആണ് ഗ്രാമിൽ പറയുകയാണെങ്കിൽ. 1/2 കിലോ ഇല്ല തികച്ച്. സോഫ്റ്റ് ഇതുണ്ട്, എല്ലുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമുക്ക് ആ ഫാറ്റും കൂടി കാണുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ ശരിക്കും ടേസ്റ്റ് കിട്ടുന്നത്. അല്ലാണ്ട് സെപ്പറേറ്റ് നമ്മൾ ഈ ബോൺലെസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. ഇത് ഇച്ചിരി വലിയ കഷ്ണങ്ങൾ ഒന്ന് കഴുകിയിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. നല്ലോണം കഴുകി അതിൻ്റെ രക്തത്തിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടേ. ഞാൻ വിട്ടുപോയി ഒരു കാര്യം പറയാനായിട്ട്. പോർക്കിൻ്റെ ബ്ലഡ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. എന്നിട്ട് അവർ ഫുൾ കുക്ക് ചെയ്തിട്ട് അവർ ട്രേസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും സ്ക്വയർ പീസായിട്ട്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇത്രയും നല്ലോണം കഴുകിയിട്ട് ഇതിനെ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കും. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി. ഇച്ചിരി വെള്ളത്തിലിരിക്കട്ടെ കുറച്ച് നേരം. ഞാൻ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുകയാണ് കേട്ടോ. ഈ എല്ലിൻ്റെ പീസ് എനിക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല, അതെനിക്ക് എൻ്റെ കട്ടിയിൽ ആവത്തുമില്ല. സോ അപ്പം വലിയ വലിയ പീസുകൾ ഇത് ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ടുള്ളത്. ഞാൻ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് അതിൻ്റെ നല്ലൊരു സ്റ്റൂ ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. സ്റ്റൂ മീൻസ് സ്റ്റൂ അല്ല, ലൈക്ക് വെറും എടുത്തിട്ട് ഉള്ളതല്ല. കുറച്ച് ഗരം മസാല ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലൊന്ന് കാണും, ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് വേറെ വലുതൊക്കെ ആവും. ഇനി അങ്ങനെ വലുതും ആവാണ്ടിരുന്നാൽ മതി. ചപ്പാത്തിക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ദോശമാവ് കൊണ്ട് നാളത്തേക്കും വേണമെങ്കിൽ എടുക്കാം. ദോശയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ. നല്ല കൊഴുപ്പുണ്ട് ഇതിൽ തന്നെ. ഇപ്പം വെള്ളത്തിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഫാറ്റി ആ ഒരു അതിൻ്റെ ഫാറ്റെല്ലാം കൂടി മേലേക്ക് പൊന്തി വന്നിരിക്കുന്നത്. കട്ട് ചെയ്യാൻ പറ്റാണ്ട് വരത്തില്ല. സ്കിന്നിൻ്റെ ആ സ്ഥലത്ത് ഞാൻ പതുക്കെ ഇങ്ങനെ കത്രി കൊണ്ട് മുറിച്ച് എടുക്കാം. എളുപ്പമാണത്. ഇല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ മുറിക്കുമ്പോഴത്തേക്ക് പടേന്ന് കട്ട് ചെയ്ത് കിട്ടും. ഇത് നല്ലൊരു എല്ല് കഷ്ണം, അതിൽ കൊഴുപ്പ്, അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രേവി കുറച്ച് നല്ല ടേസ്റ്റോടെ കിട്ടും നമുക്ക് ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ടേ. നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്, നല്ല ക്ലിയറായിട്ട് കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നല്ലോണം തന്നെ ഇടണം. 1 സ്പൂൺ നിറച്ചും ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു മൂഷാട്ടം ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഓൾറെഡി ഞാൻ അരച്ച് കുറച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് 1 സ്പൂൺ കൂടി ഇടുവാണ്. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരുമിച്ചൊന്ന് നല്ലൊരു സ്പൂൺ തന്നെ എടുക്കുകയാണ് കേട്ടോ.
എങ്കിലേ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്ത് രക്തത്തിൻ്റെതും എന്താണെന്നറിയില്ല. ഇത് ഈവൻ വീൽ ബീഫിനാണെങ്കിലും പിന്നെന്താ അതിൻ്റെ പേര്, ഗോട്ട്, ലാമ്പ്, പ്രത്യേകിച്ച് ലാമ്പ്, അതിനൊക്കെ വല്ലാത്തൊരു സ്മെല്ലാണ്. ഇനി ഗോട്ടും ലാമ്പും ഒന്നാണെന്ന് പോലും എനിക്കറിയത്തില്ല അതിൻ്റെ മാംസം എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളതേ. ചെമ്മരി ആട്, ഇങ്ങനത്തെ പല വെറൈറ്റി ഉണ്ടല്ലോ, ഇനി അത് വലുതാണോ എന്തോ. അപ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മണം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മഞ്ഞളിൻ്റെത് കൈ കൊണ്ട് തന്നെ നല്ലോണം ഞെവിടി പിടിപ്പിക്കുകയാണ് അകത്ത് ഇത് കുക്കറിൽ ഞാൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 5 വിസിലെങ്കിലും ഞാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കൂടി വെക്കും. എന്നിട്ടായിരിക്കും പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി ചേരുവകൾ, അതായത് താളിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി അത് അവിടെ കിടന്ന് ഒന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഫ്രോസൺ ടൈപ്പ് റെഡ് ചില്ലിയാണ്. ഇത് ആക്ച്വലി നല്ല എരിവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു 3-4 എടുക്കുന്നുണ്ട്. കാരണം 1/2 കിലോ മീറ്റിനനുസരിച്ചിട്ട്. ഇത്രയും വേണ്ട, എരിവ് കൂടുമെന്ന് തോന്നുന്നു. മിൻറ്റ്, പുതിന ഇല, നമ്മുടെ മല്ലിയില, ഒരു തക്കാളി, ഒരു സവാള, തേങ്ങാപ്പാൽ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി അരച്ച് ഒരുമിച്ച് വെച്ചിരിക്കുവാണ്. പിന്നെ ഇതിനകത്ത് ഗരം മസാല. ഈ ഗരം മസാല സ്പൈസസ് ഒക്കെ ഞാൻ എൻ്റെ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചാൽ എനിക്കിവിടെ പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പു, ഷാജീര, സിനമൺ സ്റ്റിക്ക്, ജാതിപത്രി, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ടാവും. ഇതൊരു ദിവസം ഞാൻ ഈ ഡബ്ബ, അതായത് കാലിയാവുന്നതനുസരിച്ചിട്ട് ഞാൻ തന്നെ ഇതൊന്ന് എൻ്റെ കയ്യിൽ അന്നേരം എന്തൊക്കെ സ്പൈസസ് ഉണ്ടോ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്ത് തെറ്റിപ്പോകുന്നു കേട്ടോ പറയുന്നത്, ക്ഷമിക്കണം. റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കും. നല്ല മണമായിരിക്കും അതിൻ്റെത്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രമ്പ ഇലയും കൂടി ആഡ് ചെയ്യും. കാരണം വെച്ചാൽ ബിരിയാണി മസാലയ്ക്ക് എനിക്ക് വേറെ സ്പൈസസോ വേറെ ഇലകളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു 1/4 സ്പൂൺ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇതിൻ്റെ എല്ലാത്തിൻ്റെതും കുരുമുളക്, മുളക് പൊടി ഇതൊന്നും ആഡ് ചെയ്യത്തില്ല, മല്ലിപ്പൊടി, മല്ലിയോ ഒന്നും തന്നെ ആഡ് ചെയ്യത്തില്ല. അപ്പം അതല്ലാതെ നമ്മുടെ സാധാരണ സ്പൈസസാണ് എടുക്കുന്നത്. എരിവുള്ളതൊന്നും അധികം എടുക്കുന്നില്ല. ഈവൻ മറ്റ് സ്പൈസസ് ആണെങ്കിൽ പോലും എരിവ് ഇച്ചിരി വേണ്ടത് കിട്ടുന്നുണ്ട് അതിനകത്ത്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഓൾറെഡി കുറച്ച് വിസിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ സ്റ്റിൽ ഞാൻ കുറച്ച് നേരം കൂടി വെക്കുവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ സൈഡിൽ തന്നെ ഈ പാനിൽ ആവശ്യമുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വഴറ്റി എടുത്തിട്ട് പിന്നെ ഫൈനലി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ആദ്യം ഒന്ന് പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് സവാള, തക്കാളി, മുളക്, പിന്നെ 2 തരം ഇലയാണ് എടുക്കുന്നത്, മല്ലിയും പുതിനയും. ബാക്കിയെല്ലാം പൊടികളാണ്. ഉപ്പ്, മുളക്, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഫൈനലായിട്ട് കുരുമുളക് പൊടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഓൾറെഡി ഞാൻ ചതച്ച് വെച്ചത്, ആ പേസ്റ്റാക്കി വെച്ചത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നല്ലൊരു സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഇടുന്നുണ്ട് ഈ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ. ഇപ്പം
ഈ ഓയിൽ സൺഫ്ലവറിൻ്റെ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്, മറ്റേ വെളിച്ചെണ്ണ ഇല്ല. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റി കുറച്ച് ബ്രൗൺ ആയതിനു ശേഷം ബാക്കി ചെരുവെള്ളത്തിൽ ചേർക്കാം. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണ് കേട്ടോ, കാരണം വെച്ചാൽ പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഇച്ചിരി ബ്രൗൺ ആയപ്പോൾ ഞാൻ കുറച്ച് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചത് ഒരു 1/2 സ്പൂണ് ചേർക്കുവാണ്. കാരണം ഇതിൻ്റെയും കൂടി ഒന്ന് സ്മെല്ലൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പച്ചമണം മാറുമ്പോഴത്തേക്ക് ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ബാക്കി എല്ലാ ചേരുവകളും തക്കാളി, 2 തരം ഇല, പുതിനയും മല്ലിയിലയും മുളകും. തക്കാളിയുടെ ആ ജ്യൂസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കി പൊടികളും കൂടി ഇടാം. കാരണം വെച്ചാൽ കുറച്ച് ഈർപ്പം ഉണ്ടാവും, അപ്പം ഈ പൊടികളൊന്നും കരിഞ്ഞു കിട്ടത്തില്ല. മുളക് പൊടി ആവശ്യത്തിന് അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളണം. കാരണം ഞാനിതിൽ മുളക് ഇടുന്നുണ്ട്, കുരുമുളക് ഇടുന്നുണ്ട്, പിന്നെ സ്പൈസസിൻ്റെ കുറച്ച് എരിവുണ്ടാവും. പിന്നെ അല്ലാണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയിൽ കുറച്ച് ചതച്ച് വെച്ച പച്ചമുളകും കൂടി ഒരുമിച്ചാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി എരിവ് ഒരുമിച്ച് കിട്ടും. മല്ലിപ്പൊടി 1 സ്പൂൺ, പിന്നെ ഇത് ഒരു 1/2 സ്പൂൺ മതി. ഇത് മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് തേങ്ങയുടെ ഈ പാല് ക്രീമാണ് ഇരിക്കുന്നത്. ആക്ച്വലി കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര തിക്കാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. ഫുൾ ക്രീമായിട്ടാണ് ഇരിക്കുന്നത്. അത് 2 സ്പൂണ് ഞാൻ അങ്ങനെ സ്കൂപ്പ് ചെയ്തിടും. ചിലപ്പം ഇനി നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം തോന്നുകയാണെങ്കിൽ വേറെ അഡീഷണൽ വെള്ളമൊന്നുമില്ല, ഇതിനകത്ത് വെള്ളം കുറവാണ് എന്ന് കാണുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി കലക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കും. ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ വിടുന്നിട്ട്. നോക്കിക്കേ, നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ അത് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പം ഞാൻ എൻ്റെ ഈ വെച്ചിരിക്കുന്ന ഇതിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് ഈ
സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് നല്ലോണം വെന്ത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൽ എനിക്കിനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. വെള്ളം ഇച്ചിരി പറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ക്രീമും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നെ എനിക്ക് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രേവി ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം ഇടാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാല ഒരു അര സ്പൂണിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഞാൻ ഇനി ആഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റൂ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ചെയ്ത് വരുമ്പോഴത്തേക്ക് കറിയാവും. ഇനിയിപ്പോൾ ഇതിൽ കൊണ്ട് നിർത്തട്ടെ എന്ന് ആലോചിക്കുവാണ്. ഓക്കെ, എൻ്റെ എന്താ കളറ് കാണുമ്പോൾ തന്നെ ഈ എല്ലൊക്കെ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ടേസ്റ്റ് നന്നായിട്ട് വരും. അതിൻ്റെ കൊഴുപ്പും അതൊക്കെ ഇച്ചിരി വെന്ത് തുടയുമ്പോഴത്തേക്ക് വെള്ളം ഇച്ചിരി കുറുകിയതിന് ശേഷം കോക്കനട്ട് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇത് തിളച്ച് നന്നായിട്ട് വരും. ഇതിൻ്റെ വെള്ളം അത്രയും പറ്റി വരുമ്പോഴത്തേക്ക് ലാവിഷ് ഗ്രേവി ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് പറ്റി കുറുകി കഴിഞ്ഞതിന് ശേഷം ക്രീം എടുത്ത് ഒഴിച്ചിട്ട് ഇത് വാങ്ങി വയ്ക്കുക ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ചപ്പാത്തി ചെറിയ പുൽക്കാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ അധികം എടുക്കുന്നില്ല. എണ്ണ ഇല്ലാണ്ട് തന്നെ ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ഒരു 3-4 എണ്ണ ചൂടോടെ മീറ്റ് കറി എടുക്കും. ആ ക്രീം അങ്ങനെ അങ്ങ് ഇനി ഇതിവിടെ കിടന്നൊന്ന് റെഡിയാവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ചപ്പാത്തി ആയിക്കട്ടെ. നല്ല തിക്ക് ക്രീമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഫ്രോസൺ ചെയ്ത് വെക്കണമെങ്കിൽ ഇതാണ് പ്രശ്നം. നമുക്ക് സമയത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ തോ ചെയ്യാനായിട്ട് കുറേ നേരം മുമ്പ് എടുത്തു വയ്ക്കണം. ഈ സമയത്ത് നമ്മുടെ ചപ്പാത്തി ഒന്നായി കിട്ടി. ചപ്പാത്തിക്ക് ഷേപ്പൊന്നുമില്ല. അതിന്
ഇരുന്നിരിക്കും. തേങ്ങ ക്രീം ഉടച്ചെടുക്കുന്ന പാടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ക്രീം കേട്ടോ. ഇനി ഇതും കൂടി ഉടഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് ശരിയാവും. ഈ ചൂട്ടിലിരുന്നിട്ട് ഫൈനലി ഇതിലേക്ക് ഇച്ചിരി കുരുമുളക്, ഒരു 1/4 സ്പൂണ് സ്പൈസസ്, ഇതും കൂടി അരിച്ചിട്ട് ഫുൾ വാങ്ങിയിരിക്കുകയാണ്. 2 ചപ്പാത്തി ഇതിൻ്റെ കൂടെ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഈ ഒരു ചപ്പാത്തി കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കുള്ള ഫുഡ് ഇന്നത്തേക്ക് റെഡിയാവും. ഫൈനലി കഴിക്കേണ്ട സമയം. ചപ്പാത്തി ഡ്രൈ പുൽക്കാസ് വിത്ത് മീറ്റ് കറി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും കൂടി വെച്ചിട്ടുണ്ട്. അന്ന് കഴിച്ചിട്ട് ടേസ്റ്റും കൂടി ആ മുഖത്തിലെ എക്സ്പ്രഷൻ കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും കൊള്ളാമോ ഇല്ല എന്നുള്ളത്. ഞാൻ വിചാരിച്ചു എരിവ് ഉണ്ടാവുമെന്ന്. എരിവ് ഒട്ടുമില്ല. തേങ്ങാപ്പാൽ ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു എരിവ് അത്രയും കുറഞ്ഞു കിട്ടിയത്. ഞാൻ ഇച്ചിരി എരിവ് കഴിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. നല്ല എരിവ് കഴിക്കുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് എരിവാണ്. ഗ്രേവി നല്ല ക്രീമിയാണ്, നല്ല തിക്കായിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ആ മീറ്റിൽ നമുക്ക് ആ ബോണിൽ നിന്ന് മജ്ജ ഇറങ്ങത്തില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതും കൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ഫ്ലേവർ വായിൽ നമുക്ക് ആ ടേസ്റ്റ് അതുപോലെ കിട്ടുന്നുണ്ട്. ഞാനൊരു എല്ല് കഷ്ണം എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലെന്ന് വെച്ചാൽ അതിൽ തന്നെ മാക്സിമം നമുക്ക് ചതയൊക്കെ ഉണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടത്. ടേസ്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നത് ശരിക്കും നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉപ്പും മഞ്ഞളും ഇട്ട് ആദ്യം നല്ലോണം തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ മറക്കരുത് തിളപ്പിക്കുന്ന സമയത്ത്. പിന്നെ അതിന് ശേഷം നിങ്ങൾ രണ്ടാമത് വേവിച്ച് വെച്ച ഇറച്ചി, പിന്നെ നിങ്ങളുടെ കടുക് അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. കടുക് വറുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. കടുക് വറുക്കാണ്ട് ഇപ്പം ഞാൻ ചെയ്ത പോലെ നേരിട്ട് സവാള ഇതൊക്കെ വഴറ്റി എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാലും ചെയ്ത് നോക്കുക. പക്ഷേ സൂപ്പറായിരിക്കും. ചപ്പാത്തി എന്നല്ല, ഇത് ഞാൻ കുറച്ച് ബാക്കി എടുത്ത് വെക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ദോശമാവ് കുറച്ചുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ നാളെ അതിനെ ഇഡ്ഡലി ആക്കും, അല്ലെങ്കിൽ ദോശ ആക്കും. അതിൻ്റെ കൂട്ടത്തിലും ഇത് കുറച്ചും കൂടി ലിക്വിഡ് ആക്കിയിട്ട് ഗ്രേവി കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആസ് ഇറ്റ് ഈസ് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും എടുക്കാം. പിന്നെ വാട്ട് എൽസ്, അപ്പം എന്ത് കറിക്ക് വേണമെങ്കിലും എന്ത് സൈഡ് ഇതിന് വേണ്ടി ആണെങ്കിലും ഇത് സൈഡ് ഡിഷായിട്ട് പെർഫെക്റ്റ് ഒരു കോമ്പിനേഷനാണ്.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇരുന്ന് സമാധാനത്തോടെ കഴിച്ചു. നാളെ വർക്കുള്ളതാണ്. ഇനി നാളത്തെ ക്ഷീണം എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നത്തെ ക്ഷീണം മാറ്റാനായിട്ട് പോയിട്ട് വന്നിട്ട് മട്ടൻ കറിയിൽ അല്ല മീറ്റിൽ അവസാനിപ്പിക്കുവാണ് വിത്ത് ചപ്പാത്തി. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി നാളെ.